പുൽക്കൂട്ടിൽ ജാതം ചെയ്ത ഉണ്ണി യേശുവിൻ്റെ തിരുനാമത്തിൽ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. നമ്മുടെ സഭയുടെ ഗായക സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ക്രിസ്മസ് ഈവ് ആരാധന ക്രമീകരിച്ചിരിക്കുക. ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഗായക സംഘ അംഗങ്ങളെയും ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പുണ്യദിനത്തിൻ്റെ നന്മകൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അനുഭവിക്കാൻ നമ്മുടെ കർത്താവ് സഹായിക്കട്ടെ. എല്ലാ മഹത്വവും സ്തുതിയും സ്തോത്രവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ഈ ആരാധന ആരംഭിക്കാം. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടും കൂടെ കണ്ട് വീണ് അവരെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു. പ്രാർത്ഥിക്കാം. ദൈവമേ, ഏകപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ ഞങ്ങൾ സന്തോഷത്തോടെ സ്മരിക്കുന്നു. അങ്ങയുടെ മഹത്വം പുത്രനായ ക്രിസ്തുവിലൂടെ മാനവരാശിക്ക് വെളിപ്പെടുത്തിയതിനായി അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. താഴ്മയുടെയും വിനയത്തിൻ്റെയും പുൽക്കൂട്ടിൽ അങ്ങയെ ദർശിക്കുന്നതിനും അതിലൂടെ ജീവിതത്തിന് ഒരു പുതിയ വഴി തിരഞ്ഞെടുക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. ഈ ആരാധനയിലൂടെ തിന്മയുടെ വഴി ഉപേക്ഷിച്ച് നന്മയുടെ വഴിയിൽ ജീവിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ജനിച്ച ഉണ്ണിയേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. 344 ഗീതം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പാടാം. ഗീതം 344. Hare
ക്രിസ്മസ് ആരാധനയ്ക്കായി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ആരാധനക്രമം രണ്ടാം പുറ. ക്രിസ്മസ് ലിത്താനി ഉപയോഗിച്ച് നമ്മുടെ ദൈവത്തിന് നമുക്ക് മഹത്വം കരയേറ്റാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ക്രിസ്തുവേ, ദൈവത്തിൻ്റെ ഏകജാതനായ പുത്ര, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്. മശിഹായെ, അങ്ങ് പരിശുദ്ധാത്മാവിനോടുകൂടെ പിതാവിൻ്റെ മഹത്വത്തിൽ മഹോന്നതനാകുന്നു. ആമീൻ. കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, നാം തികഞ്ഞ ആഹ്ലാദത്തോടും നിറഞ്ഞ പ്രതീക്ഷയോടും ക്രിസ്മസ് ആഘോഷിക്കുന്നു. എന്നാൽ നമ്മുടെ ദുഃഖങ്ങളോടും ഭാരങ്ങളോടും ഉത്കണ്ഠയോടും ആകുലതയോടും കൂടെ നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് യേശു എന്ന പേരിട്ടു. എന്നാൽ നമ്മുടെ ഹൃദയ കവാടങ്ങൾ കൊട്ടിയടച്ച് നിനക്കിവിടെ പിറക്കാനിടമില്ല എന്ന് പറഞ്ഞ സത്രം സൂക്ഷിപ്പുകാരൻ്റെ സ്ഥാനത്താണ് നാം ഇന്ന്. ഉണ്ണിയേശുവിൻ്റെ തേജസ്സാർന്ന മുഖത്തേക്ക് നോക്കി നമ്മുടെ പിഴവുകൾ കണ്ടെത്താം. നമുക്ക് മുട്ടുകളെ മടക്കി ദൈവസന്നിധിയിൽ അനുതാപ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഏഴക്കോലമായി ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാകേണ്ടതിന്, മാനവരാശിയുടെ വീണ്ടെടുപ്പിനായി കർത്താവ് ഈ ഭൂമിയിൽ അവതരിച്ചു. നമ്മുടെ ബലഹീനതകൾ തൻ്റെ സ്നേഹത്താൽ നമ്മോട് ക്ഷമിക്കുന്നു. ഈ സമയം അനുതാപഹൃദയത്തോടെ നമ്മുടെ പാപമോചനത്തിനായി നമ്മുടെ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനക്രമം മൂന്നാം പുറത്തിലെ അനുതാപ പ്രാർത്ഥനയിൽ പങ്കുചേരാം. മാനവ പാപവിമോചകനായി ഭൂമിയിൽ അവതരിച്ച യേശുവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ അനുതാപപൂർവം അടുത്തു വരുന്നു. വാക്കിലും വിചാരത്തിലും പ്രവൃത്തിയിലും പാപം ചെയ്തിരിക്കുന്നു എന്ന് തിരുമുമ്പാകെ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ ഇഷ്ടാനുസരണം ജീവിച്ചതിലൂടെ സംഭവിച്ചു പോയ പിഴവുകളെ ഓർത്ത് ദുഃഖിക്കുന്നു. ഈ ചെറിയവരിലൊരുത്തനെ ചെയ്തിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്തത് എന്ന സത്യം അവഗണിച്ചു പോയതിനെ ഞങ്ങളോട് ക്ഷമിക്കണമേ. കാലിത്തൊഴുത്തിലെ എളിമത്വം സ്വീകരിക്കാതെ ആർപ്പാട ജീവിതം നയിച്ച ഞങ്ങളോടും പൊറുക്കണമേ. ജീവൻ്റെ ഉറവിടവും ദാതാവുമായ ദൈവമേ, ജീവന് ഭീഷണി ഉയർത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു പോയതിനാലും സ്വസഹോദരൻ്റെ ആരോഗ്യത്തിനും അഭ്യുന്നതിക്കും വിഘാതമായി ജീവിച്ചു പോയതിനാലും ഞങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമാപണം ചെയ്യുന്നു. ലോകരക്ഷകനായ ഇമ്മാനുവേലിനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാതിരുന്ന ഞങ്ങളോട് ക്ഷമിക്കണമേ. കാലിത്തൊഴുത്തിലെ അനശ്വര സ്നേഹത്താൽ ഞങ്ങളുടെ സകല പാപങ്ങളെയും ഞങ്ങളോട് ക്ഷമിച്ച് സ്വതന്ത്രമായി ജീവിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും തവകൃപ നൽകി ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ആമീൻ. മാനവരാശിയെ രക്ഷിക്കുന്നതിനും പാപാന്ധകാരത്തിൽ നിന്നും വിടുവിക്കുന്നതിനും ബേത്ലഹേമിൽ മനുഷ്യനായി അവതരിച്ച കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും നൽകുമാറാകട്ടെ. ആമീൻ. 347 ഗീതം നമുക്ക് എഴുന്നേറ്റ് നിന്ന് പാടാം. ഗീതം 347.
എല്ലാവർക്കും ഇരിക്കാം. ഇനി ഈ ഗായക സംഘത്തിൻ്റെ ഗാനശുശ്രൂഷ പ്രാർത്ഥനാപൂർവം നമുക്ക് ശ്രവിക്കാം. വായിക്കുവാനായി തന്നിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 7 വരെ. ലൂക്കോസ് 2-ാം അധ്യായം 1 മുതൽ 7 വരെ. ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തേണം എന്ന് ഔഗുസ്തോസ് കൈസരുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറേന്യോസ് സുറിയ നാട് വാഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താൻ്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസേഫും ദാവീദിൻ്റെ ഗൃഹത്തിലും കുലത്തിലും ഉള്ളവൻ ആകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രേത്ത് പട്ടണം വിട്ട് യഹൂദയിലെ ബത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദിജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അവൾ ആദിജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ദേവ
യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. താരം മിന്നും രാവിൽ രാക്കിളികൾ
ഉത്സവമാകുന്നു. താരം മിന്നും രാവിൽ രാത്രികൾ പാടി കോവിലും നിറയെ മാനവർക്ക് ഉത്സവമാകുന്നു. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 7 മുതൽ 12 വരെ. മത്തായി 2-ാം അധ്യായം 7 മുതൽ 12 വരെ. എന്നാറെ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു. നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പിൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിനു മീതെ വന്നു നിൽക്കുവോളം അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയയോട് കൂടെ കണ്ടു. വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്ന്, കുന്തുരുക്കവും മോരും കാഴ്ചവെച്ചു. ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. Yeah.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യം. യെശയ്യാവ് 9:1 മുതൽ 6 വരെ. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ട് അവൻ സെബൂലൂൺ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാനക്കരെയുള്ള ജാതിയുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസിലുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. അവൻ ചുമക്കുന്ന നുകവും അവൻ്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവൻ്റെ വടിയും മിഥ്യാൻ്റെ നാളിലെ പോലെ നീ ഓടിച്ചു കളഞ്ഞിരിക്കുന്നു. ഉച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ തീക്ക് ഇരയായിത്തീരും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും.
ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ 14 വരെ. ലൂക്കോസ് 2-ാം അധ്യായം 8 മുതൽ 14 വരെ. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റുമിന്നി. അവർ ഭയപരിവശരായി തീർന്നു. ദൂതൻ അവനോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. നീക്കണം നിറയും
മത്തായി 1 അധ്യായം 18 മുതൽ 23 വരെ. മത്തായി 1 അധ്യായം 18 മുതൽ 23 വരെ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുൻപേ തന്നെ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകൊണ്ടും അവൾക്കൊരു ലോകാപവാദം വരുത്തുവാൻ അവൻ്റെ മനസ്സില്ലായക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവനെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിൻ്റെ മകനായ യോസേഫെ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനായിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോട് കൂടി എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. ശോഭയിലണിയും ഭുവനം തരളിതമൊരു ധനുമാസം. ശോഭയിലണിയും ഭുവനം തരളിതമൊരു ധനുമാസം. പാവനനെ പരിപൂജിതനെ തവ ജനനമിത സുലഭ സുലഭം. നിവാരണനെ കരുണക്കടലയായവനെ ദർശന പുണ്യം പുൽപ്പുലിലണിയും ഭാഗ്യം.
സുഗന്ധം വരവായി ഉള്ളിൽ നൊമ്പരമകലുകയാ സുഗന്ധം വരവായി ഉള്ളിൽ നൊമ്പരമകലുകയാ മാമല വഴിയിൽ വിദ്യണയുകയാ പൊൻപാത്രങ്ങൾ പൊന്നും പോലും കൈതലി നേടുകയാ ദിവ്യ കൈതലി നേടുകയാ ഒന്ന് തിമോഥെയോസ് 1 അധ്യായം 14 മുതൽ 17 വരെ. 1 തിമോഥെയോസ് 14 അധ്യായം 17 വരെ. നമ്മുടെ കർത്താവിൻ്റെ കൃപ ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തോടെ സ്നേഹത്തോടു കൂടെ അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമുള്ള വചനം തന്നെ. ആ പാപത്തിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ടും യേശു ക്രിസ്തു നിത്യജീവനായി കൊണ്ടും തന്നിൽ വിശ്വസിരിപ്പ ദൃഷ്ടാന്തത്തിൽ സകല ദീർഘക്ഷമയും ഒന്നാമനായി എന്നിൽ കണ്ടിരിക്കുന്നു. എനിക്ക് കരുണ ലഭിച്ചിരിക്കുന്നു. നിത്യരാജാവായി അക്ഷയനും ആദർശനുമായി ഏകദൈവത്തിൽ എന്നേക്കും ബഹുമാനവും മഹത്വവും. ആമേൻ. വൃന്ദങ്ങൾ പാടി അത്യുന്നതങ്ങളിൽ സ്തോത്രം. മണ്ണിലും വിണ്ണിലും ആനന്ദമേകി ദൈവത്തിൻ പുത്രൻ ജാതനായി. മണ്ണിലും വിണ്ണിലും ആനന്ദമേകി ദൈവത്തിൻ പുത്രൻ ജാതനായി. പാടിടാം ആനന്ദിക്കാം ലോകൈകനാഥനെ വാഴ്ത്തിപ്പാടാം.
കുന്തുരുക്കം കാഴ്ചവെച്ചിടാം. എങ്ങുനിങ്ങു വന്നു 3 രാജാക്കന്മാർ പൊന്നുമീറ കുന്തുരുക്കം കാഴ്ചവെച്ചിടാം. ഉണ്ണിയെ കാണുവാൻ കൈവണങ്ങി നിൽക്കുവാൻ ഒപ്പമെന്റെ നൊമ്പരങ്ങൾ കാഴ്ചവെച്ചിടാം. ഉണ്ണിയെ കാണുവാൻ കൈവണങ്ങി നിൽക്കുവാൻ ഒപ്പമെന്റെ നൊമ്പരങ്ങൾ കാഴ്ചവെച്ചിടാം. ഗ്ലോറിയ പാടിടാം, ആനന്ദിക്കാം, ദൈവനാഥനെ വാഴ്ത്തിപ്പാടാം. ഗ്ലോറിയ പാടിടാം, ആനന്ദിക്കാം, ഉണ്ണിയെ കാണുവാൻ ഒപ്പം ചേരാം. മഞ്ഞു പെയ്യുന്ന രാവിൽ നിലാവിൽ നെഞ്ചും കുളിർക്കുമാ തണുപ്പിൽ മാലാഖവൃന്ദങ്ങൾ പാടി നിരാതം അത്യുന്നതങ്ങളിൽ സ്തോത്രം. ഏതോ സ്വപ്നം പോലെ മേലെ വാനിൽ മേലെ, ഏതോ സ്വപ്നം പോലെ രക്ഷകൻ പിറന്നുവെന്ന വാർത്ത കേട്ടുടൻ ദിക്കു തേടി ഓടി വന്ന ആട്ടിടയന്മാർ. രക്ഷകൻ പിറന്നുവെന്ന വാർത്ത കേട്ടുടൻ ദിക്കു തേടി ഓടി വന്ന ആട്ടിടയന്മാർ. ഉള്ളതും സർവ്വതും നിന്റെ മുൻപിലേകിടാം, നിന്റെ കുഞ്ഞു പൊൻകവിളിൽ മുത്തമേകിടാം. ഉള്ളതും സർവ്വതും നിന്റെ മുൻപിലേകിടാം, നിന്റെ കുഞ്ഞു പൊൻകവിളിൽ മുത്തമേകിടാം. തൂമഞ്ഞു പെയ്യുന്ന രാവിൽ നിലാവിൽ നെഞ്ചും കുളിർക്കുമാ തണുപ്പിൽ മാലാഖവൃന്ദങ്ങൾ പാടി നിരാതം അത്യുന്നതങ്ങളിൽ സ്തോത്രം. മഞ്ഞിലും വെണ്ണിലുമാനന്ദമേകി ദൈവത്തിൻ പുത്രൻ ജാതനായി. മഞ്ഞിലും വെണ്ണിലുമാനന്ദമേകി ദൈവത്തിൻ പുത്രൻ ജാതനായി. ഗ്ലോറിയ പാടിടാം, ആനന്ദിക്കാം, ലോകൈകനാഥനെ വാഴ്ത്തിപ്പാടാം. ഗ്ലോറിയ പാടിടാം, ആനന്ദിക്കാം, ഉണ്ണിയെ കാണുവാൻ ഒപ്പം ചേരാം. ഗ്ലോറിയ പാടിടാം, ആനന്ദിക്കാം, ലോകൈകനാഥനെ വാഴ്ത്തിപ്പാടാം. ഗ്ലോറിയ പാടിടാം, ആനന്ദിക്കാം, ഉണ്ണിയെ കാണുവാൻ ഒപ്പം ചേരാം. പരിശുദ്ധ ആലയത്തിൽ 1 മണിക്കൂറോളം ഗാനാലാപനത്തിലൂടെ ക്രിസ്മസിൻ്റെ സന്ദേശം ആസ്വദിക്കാൻ നമുക്ക് ദൈവം ഇട നൽകി. വളരെ മനോഹരമായ ഗാനങ്ങളിലൂടെ നമ്മുടെ സഭയിലെ സീനിയർ കൊയർ അംഗങ്ങളും ജൂനിയർ കൊയർ അംഗങ്ങളും നമ്മെ പുൽക്കൂട്ടിലേക്ക് നയിക്കുകയായിരുന്നു. ഈ ദിനത്തിൻ്റെ എല്ലാ സന്തോഷവും എല്ലാ നന്മകളും സ്വീകരിക്കാൻ ഈ ഗാനശുശ്രൂഷ മുഖാന്തരമായി ഗാനങ്ങൾ പാടിയ ഗായക സംഘത്തിലെ എല്ലാ അംഗങ്ങളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കൊയറിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ശ്രീമതി ശോഭിത ടീച്ചറോട് പ്രത്യേകം നന്ദിയുണ്ട്. ഈ ആരാധനക്രമം ക്രമീകരിക്കുന്നതിനും കൊയർ ഇത്ര ഭംഗിയായി സംഘടിപ്പിക്കുന്നതിലും അവർ അധ്വാനിച്ചു. അവരോടുള്ള പ്രത്യേകം നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. കൊയർ മാസ്റ്റർ ശ്രീ അനീഷ് സാർ ചില ദിവസങ്ങൾ ഇതിന് പിന്നിൽ അധ്വാനിച്ചു, പാട്ടുകൾ പരിശീലിപ്പിച്ചു, നിങ്ങളെ ഗാനശുശ്രൂഷയ്ക്കായി ഒരുക്കി. അനീഷ് സാറിനോടുള്ള പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുന്നു. ഓർഗൺ വായിച്ച്
ഈ ഗായക സംഘത്തെ നയിച്ചത് ശ്രീ മതീഷാണ്. പരിശീലനത്തോടെ ആ ശുശ്രൂഷ നിർവഹിച്ചു. പ്രിയമകനോടുള്ള നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. ജൂനിയർ കൊയറിലെയും സീനിയർ കൊയറിലെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇനിയും ദൈവനാമ മഹത്വത്തിനായി പാടാനും ദൈവത്തെ പുകഴ്ത്താനും ഗാന ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങളും ആരാധനകളുമൊക്കെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടാണ് ക്രമീകരിച്ചത്. ആ നിയന്ത്രണങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് കഴിയാവുന്നിടത്തോളം ഭംഗിയായി സഭയുടെ ആരാധനകളും ശുശ്രൂഷകളും നിർവഹിക്കാൻ ദൈവം നമ്മെ ഒരുക്കി. അതിനായി സഭാ സെക്രട്ടറിയും സഭാ കമ്മിറ്റി അംഗങ്ങളും പ്രാർത്ഥനാപൂർവം അധ്വാനിച്ചു. അതുകൊണ്ട് വളരെ മനോഹരമായി പരിമിതികളുടെ നടുവിലും ക്രിസ്മസ് ആഘോഷിക്കാൻ നമുക്ക് ദൈവം കൃപ നൽകി. നേതൃത്വം നൽകിയ സഭാ കമ്മിറ്റി അംഗങ്ങളെയും സഹകരിച്ച പ്രാർത്ഥിച്ച സഭയിലെ എല്ലാ വിശ്വാസികളും ഇന്ന് പ്രഭാതത്തിൽ നടന്നു. അതിൻ്റെ കൺവീനേഴ്സായി ശ്രീ സുരേഷ് ദാസ് നിർമ്മലാഭവൻ, ശ്രീ ജോയി കമലാഭവൻ എന്നിവർ പ്രവർത്തിച്ചു. നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ അതിനുള്ള വസ്ത്രങ്ങളും സമ്പത്തുമൊക്കെ കണ്ടെത്തി പൂർ ഫണ്ടിൽ നിന്ന് ഒരല്പം ചിലവിടാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ കഴിയുന്നിടത്തോളം ഭംഗിയായിട്ട് ആ ദൗത്യവും നമ്മൾ നിർവഹിച്ചു. ക്രിസ്മസിൻ്റെ സന്തോഷം നമ്മുടെ ഇടയിലെ ദരിദ്രരോടുകൂടെ പങ്കുവെക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിൽ സഹകരിച്ച, അതിനുവേണ്ടി സമ്പത്ത് നൽകിയ, നേതൃത്വം നൽകിയ പ്രിയപ്പെട്ടവരെയും സഭാ കമ്മിറ്റി അംഗങ്ങളെയും, അവരൊരുമിച്ച് സഭാ സെക്രട്ടറിയും മറ്റ് സഭാ കമ്മിറ്റി അംഗങ്ങളും ഇതിൻ്റെ പിന്നിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നു. അവരെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. പള്ളിയുടെ മുൻവശം മനോഹരമായൊരു പുൽക്കൂടൊരുക്കി നമ്മെ സന്തോഷിപ്പിച്ചത് നമ്മുടെ സഭയിലെ പ്രിയ മക്കളാണ്. ചില നാളുകളായിട്ട് ഉറങ്ങാതെ അതിൻ്റെ പിന്നിൽ അവർ അധ്വാനിക്കുകയാണ്. നമ്മളിന്ന് കാണുമ്പോൾ മനോഹരമായിരിക്കുന്നതിന് പിന്നിൽ അവരുടെ അധ്വാനമാണ്. പുൽക്കൂടൊരുക്കിയത് മതീഷ്, അബിൻ, ആഷിൻ, ഐബിൻ തുടങ്ങിയ മക്കളാണ്. അവരോടൊപ്പം മറ്റു പലരും സഹകരിച്ചു. സഭാ കമ്മിറ്റി അംഗങ്ങളും അവരെ സഹായിച്ചു. വളരെ നന്നായിട്ട് അവർ ആ കാര്യം ചെയ്തു. പ്രിയമക്കളോട് പ്രത്യേകം നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. നമ്മുടെ സഭയുടെ എല്ലാ വളർച്ചയുടെയും സഭയുടെ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ നമ്മുടെ എല്ലാവരുടെയും ഒത്തൊരുമയാണ്, പ്രാർത്ഥനയാണ്. തുടർന്നും അങ്ങനെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അപസ്വരങ്ങൾ എപ്പോഴും ആപത്താണ്. പലപ്പോഴും കേട്ടില്ല എന്ന് നടിക്കാൻ ഞാൻ നിർബന്ധിതനാണ്. ഒരിക്കലും അപസ്വരങ്ങൾക്ക് ഇടയാക്കാതെ വളരെ സന്തോഷത്തോടെ സഭയുടെ ശുശ്രൂഷകളിൽ നാം പങ്കുചേരുക. പരിമിതികളുള്ളപ്പോൾ പരിമിതികളെ തിരുത്താനും കുറവുകളുള്ളപ്പോൾ കുറവുകളെ പരിഹരിക്കാനും നമ്മുടെ ഭാഗത്ത് നിന്ന് ബോധപൂർവമായ ശ്രമം എല്ലായ്പ്പോഴും ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു സന്തോഷവും നന്മയും നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയൂ. വളരെ സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ പ്രാർത്ഥനയോടെ നിങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സഹകരണത്തിന് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ലൈറ്റ് സൗണ്ട്സൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് ശ്രീ വിജയൻ VB സൗണ്ട്സ് ആണ്. അദ്ദേഹം നമ്മുടെ സഭയുടെ എല്ലാ ആവശ്യങ്ങളിലും വളരെ സന്തോഷത്തോടെയാണ് സഹകരിക്കുക. ആ സൗണ്ട്സിനോടും അതിൻ്റെ നേതൃത്വം നൽകുന്ന ശ്രീ വിജയൻ അവരോടുമുള്ള നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. നാളെ രാവിലെ 7 മണിക്കാണ് ആരാധന. ക്രിസ്മസ് ദിനമാണ്. വളരെ പ്രാർത്ഥനയോടെ ഞങ്ങളെല്ലാവരും പരിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ആരാധനയുടെ മധ്യേ മേശമേൽ സ്വീകരിക്കുന്ന കാണിക്ക മിഷണറി പ്രവർത്തനത്തിനായിട്ടാണ് വേർതിരിച്ചിരിക്കുക. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ ആ നല്ല പ്രവർത്തനത്തിനായി ഈ നാളത്തെ പുണ്യദിനത്തിൽ നിങ്ങളെല്ലാവരും കാണിക്ക അർപ്പിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. രാവിലെ 7 മണിക്കുള്ള ആരാധനയിൽ എല്ലാവരും സന്തോഷത്തോടെ പങ്കുചേരുക. ക്രിസ്മസ് സന്ദേശത്തിനായി കാതോർക്കാം. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം
10-11 വാക്യങ്ങൾ. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുമുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുമുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നമുക്കായി ദൈവം മനുഷ്യജന്മമെടുത്തു എന്നതാണ് ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ അത്ഭുതവും ഏറ്റവും വലിയ സന്തോഷവും. ക്രിസ്തു ബേത്ലഹേമിൽ ജാതം ചെയ്യുന്ന സമയം വളരെ പ്രതികൂലങ്ങളുള്ള സമയമാണ്. ചിതറിപ്പാർത്തിരുന്ന യഹൂദന്മാർ മുഴുവനും സ്വന്തം ദേശത്ത് വന്നു ചേർന്ന സമയം. അവിടുത്തെ വഴിയമ്പലങ്ങളും ഭവനങ്ങളുമൊക്കെ യഹൂദന്മാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. കാരണം പേർ വഴി ചാർത്താൻ, എല്ലാവരുടെയും കണക്കെടുക്കാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചിരുന്നതുകൊണ്ട് ദൂരദേശത്തു നിന്നും കാൽനടയായും അല്ലാതെയും അവർ അവിടെ വന്നു ചേർന്നു. ഇങ്ങനെ പട്ടണം മുഴുവനും തിരക്കുകൊണ്ട് നിറഞ്ഞതിനിടയിലാണ് ഗർഭിണിയായ മറിയയും മറിയയോടൊപ്പം ജോസഫും ഈ ബത്ലഹേം പട്ടണത്തിൽ എത്തുക. ഇടമില്ലാതിരിക്കുന്ന ഒരു സമയം. എന്നാൽ പൂർണ്ണ ഗർഭിണിയായിരുന്ന മറിയ പ്രസവിപ്പാനുള്ള സമയം ആയി. വഴിയമ്പലത്തിലും സാധ്യതയുള്ള എല്ലായിടങ്ങളിലും ജോസഫ് ഒരു അഭയം തേടുകയാണ്. അഭയം തേടിയിട്ട് ആരും ജോസഫിനെ ശ്രദ്ധിക്കുന്നില്ല, മറിയയെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ്. രാത്രിയാണ്, മഞ്ഞുണ്ട്, നല്ല തണുപ്പ് ഉണ്ട്. ഈ മഞ്ഞും തണുപ്പുമൊക്കെ സഹിച്ചുകൊണ്ടാണ് വാതിലുകൾ മുട്ടിമുട്ടി ഈ ദമ്പതികൾ നടന്ന് നീങ്ങുക. അവരുടെ വേദന കാണാൻ, അവരുടെ ആവശ്യം മനസ്സിലാക്കാൻ, അവരുടെ കണ്ണുനീർ കാണാൻ അവിടെ ആരും ഇല്ലായിരുന്നു. സമയം പൂർത്തിയായപ്പോൾ മറിയ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യം. മറിയ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. വഴിയമ്പലത്തിൽ അവർക്ക് ഇടമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. മറിയ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. വഴിയമ്പലത്തിൽ അവർക്കിടമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ഇടമില്ലാത്ത സമയം, ഇടം കൊടുക്കാത്ത ആളുകൾ. ഈ ഇടം കൊടുക്കാത്ത ആളുകളുടെ മധ്യേ സൃഷ്ടിതാവ് ജന്മമെടുത്തിരിക്കുന്നു എന്നതാണ്. ആരെ തേടിയാണ് സൃഷ്ടിതാവ് ജന്മമെടുത്തതെന്ന് നമുക്കറിയാം. ഈ മനുഷ്യർക്ക് വെളിച്ചം വരേണ്ടതിനാണ്, ഇവരുടെ ജീവിതങ്ങളിലെ ഇരുട്ട് മാറ്റേണ്ടതിനാണ്, ഇവരുടെ കണ്ണുനീർ തുടയ്ക്കേണ്ടതിനാണ്, ഇവരുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാകേണ്ടതിനാണ് ക്രിസ്തു ജന്മം എടുത്തത്. പക്ഷെ ഇടം കൊടുക്കാൻ, ലോകരക്ഷകന് ഇടം കൊടുക്കാൻ സൃഷ്ടിക്ക് കഴിയുന്നില്ല എന്നത് പരിതാപകരമായ കാര്യമാണ്. തങ്ങളുടെ രക്ഷകന് ഒരിടം കൊടുക്കാനായിട്ട് അവർക്കാർക്കും കഴിയാതെ പോകുന്നു. ഇതാണ് വേദനിപ്പിക്കുന്ന അനുഭവം. ജോസഫും മറിയയും അവർ അനുഭവിക്കുന്ന സങ്കടം. ഈ സങ്കടത്തിന് പരിഹാരം യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഇടനീളം ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ എപ്പോഴും തൻ്റെ ഇടമില്ലായ്മയെക്കുറിച്ച്, തനിക്ക് സ്ഥലമില്ലാത്തതിനെക്കുറിച്ച്, തൻ്റെ പരിമിതികളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചിരുന്നു തന്നോടൊപ്പം യാത്ര ചെയ്തിരുന്നവരെ.
ഒരിക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, ഞാൻ നിന്നോടുകൂടെ പാർക്കാനായിട്ട് വരികയാണ്, നിന്നോടുകൂടെ എപ്പോഴും ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ യേശു പറഞ്ഞു, ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 58-ാം വാക്യത്തിൽ യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. തൻ്റെ സൃഷ്ടികൾക്കെല്ലാം ഇവിടെ ഇടമുണ്ട്. താൻ സൃഷ്ടിച്ച കുറുനരികൾക്ക് കുഴിയുണ്ട്, ആകാശത്തിലെ പറവജാതിക്ക് കൂടും ഉണ്ട്. പക്ഷേ മനുഷ്യപുത്രന് ഇടം ഇല്ല. മനുഷ്യനായ തനിക്ക് ഇടം ഇല്ല. മനുഷ്യന് വേണ്ടി മനുഷ്യജന്മമെടുത്ത എനിക്ക് ഇടമില്ല എന്നാണ് പറയുക. അപ്പോഴും തൻ്റെ ചുറ്റുമുള്ളവരുടെ കണ്ണുനീരൊപ്പി വേദനയ്ക്ക് പരിഹാരം നൽകി അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി വെളിച്ചമായി അവരുടെ മുന്നേ യേശു നടക്കുകയാണ്. അവരുടെ മുന്നേ വെളിച്ചമായി യേശു നടന്നിട്ടും അവർക്ക് യേശുവിനെ തങ്ങളുടേതായി സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ദുഃഖകരമായ വസ്തുത. നാം നമ്മുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞ് നോക്കുക. ഈ പുണ്യരാത്രിയിൽ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, എൻ്റെ ജീവിതത്തിൽ സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരാൻ വന്ന കർത്താവിന് ഇടമുണ്ടോ? ബേത്ലഹേമിൽ ജന്മസമയത്ത് ഇടം ലഭിച്ചില്ല, കാലിത്തൊഴുത്തിൽ കിടത്തി. പരസ്യ ശുശ്രൂഷ സമയത്ത് ഇടം ലഭിച്ചില്ല, അങ്ങനെ അവനെ നടത്തുകയായിരുന്നു. വിശ്രമമില്ലാതെ നടന്നുകൊണ്ടേ ഇരുന്നു. പിന്നത്തേതിൽ ക്രൂശിലേക്ക് നീങ്ങുമ്പോഴും സ്വന്തമായൊരിടമില്ലാതെ കൈകാലുകളെ ക്രൂശിൽ വിരിച്ച് നിൽക്കുന്ന യേശുവിനെയാണ് നാം കാണുക. ഇനിയുള്ള നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ കർത്താവിന് ഇടം നൽകിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. നമ്മുടെ വാക്കിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ആരാധനയിൽ, നമ്മുടെ ശുശ്രൂഷാ ജീവിതത്തിൽ യേശുവിന് ഇടം നൽകിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. യേശുവിന് വേണ്ടി സംസാരിക്കാൻ, യേശുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ, യേശുവിനായി ജീവിക്കാൻ നമുക്ക് തീരുമാനമെടുക്കാം. അപ്പോൾ ഉണ്ണി യേശുവിന് തൻ്റെ ജന്മസാഫല്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടവരും. ഒരിടം തേടി വന്നവന് ഇടം കൊടുക്കാൻ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ജോസഫുണ്ട് മറിയയെ താങ്ങി നടത്താൻ. എന്താ ജോസഫിൻ്റെ ലക്ഷ്യം? ലോക അപവാദം വരുത്താതെ ഇരിക്കുക. ജോസഫ് മറിയയെയും ഈ കുഞ്ഞിനെയും തൻ്റെ അടുക്കൽ നിർത്തി താങ്ങി നടത്തുന്നതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ: അപവാദം വരാതിരിക്കുക, ലോകത്തിൽ നിന്നുള്ള അപമാനം ഏൽക്കാതിരിക്കുക എന്നതാണ്. എന്താ അപവാദമെന്ന് നമുക്കറിയാം. കന്യക ഗർഭിണിയായതാണ്. ഇങ്ങനെ ഒരു അപവാദം ഈ സ്ത്രീയുടെ ജീവിതത്തിൽ, മറിയയുടെ ജീവിതത്തിൽ, ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ ആ സമൂഹത്തിൽ അവർക്കൊരു നാളും നിലനിൽക്കാൻ കഴിയാതെ പോവും. അവർ പിച്ചി ചീന്തപ്പെടും, പരിഹസിക്കപ്പെടും, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് ഒഴിവാക്കപ്പെടും. എന്തിനു വന്നോ അത് നിർവഹിക്കാൻ കഴിയാതെ പോവും. അതുകൊണ്ട് ദൈവദൂതൻ തന്നോട് പറഞ്ഞത് അനുവർത്തിച്ചുകൊണ്ട് മറിയയെയും കുഞ്ഞിനെയും താങ്ങി നടത്തുന്ന ജോസഫിനെയാണ് നാം കാണുക. ക്രിസ്തുവിനെ ആരാധിക്കുന്ന, ദൈവത്തിൻ്റെ മക്കളെന്ന് സ്വയം അഭിമാനിക്കുന്ന നമുക്ക് മറ്റുള്ളവരുടെ അപമാനങ്ങളെ മറയ്ക്കാൻ കഴിയുമോ എന്ന് നാം ചോദിക്കുക. നമുക്ക് മറ്റുള്ളവരെ അപമാനിക്കാതിരിക്കാൻ കഴിയുമോ എന്നത് നമ്മോട് തന്നെ നാം ചോദിക്കേണ്ടുന്ന കാര്യമാണ്. നാം അപമാനിതരാകാതിരിക്കാൻ, നാം നശിച്ചു പോകാതിരിക്കാൻ,
നാം വീണു പോകാതിരിക്കാൻ, നമ്മുടെ കണ്ണുനീർ തുടയ്ക്കാൻ ലോകരക്ഷകൻ നമുക്കായി ഈ ഭൂമിയിൽ പിറന്നു. നാം അപമാനിതരാകേണ്ട ഇടത്ത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അപമാനിതനായി. നാം മുറിവേൽക്കേണ്ടുന്ന ഇടത്ത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മുറിവേറ്റു. നാം വീണു പോകേണ്ടുന്ന ഇടത്ത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വീണു. നാം മുറിവേൽക്കേണ്ട ഇടത്ത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മുറിവേറ്റു. അങ്ങനെ നമുക്ക് പകരക്കാരനായി നമ്മുടെ കർത്താവ് നമ്മുടെ മുമ്പേ നടന്നു. പലപ്പോഴും നാം മറ്റുള്ളവരെ അപമാനിക്കാൻ നമ്മുടെ സാധ്യതകളും നമ്മുടെ സമയവും നമ്മുടെ ജീവിതവും വിനിയോഗിക്കുന്നു. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? നാം തന്നെ അപമാനിതരായിത്തീരുന്നു എന്നാണ്. അതേസമയം മറിയയ്ക്കും യേശു കുഞ്ഞിനും നേരിടാവുന്ന അപമാനത്തെ മറച്ചപ്പോൾ ലോകത്തിൽ ഏറ്റവും ശ്രദ്ധേയനായൊരു പിതാവായി, സഹനത്തിൻ്റെ ഒരു ഉത്തമ മാതൃകയായി ജോസഫ് വാഴ്ത്തപ്പെടുകയാണ്. മറ്റുള്ളവരുടെ അപമാനങ്ങളെ മറയ്ക്കാൻ, മറ്റുള്ളവരുടെ വേദനകളെ മറയ്ക്കാൻ നാം നമ്മുടെ ജീവിതങ്ങളെ വിനിയോഗിക്കുമ്പോഴാണ്, ആ സഹനത്തിൻ്റെ വഴി നാം തിരഞ്ഞെടുക്കുമ്പോഴാണ് നമുക്ക് ദൈവസന്നിധിയിൽ മഹത്വമുണ്ടാവുക, ഈ ഭൂമിയിലും നമ്മുടെ ജീവിതത്തിനൊരു ശ്രേയസ്സുണ്ടാവുക, അർത്ഥമുണ്ടാവുക. നാം മറ്റുള്ളവരെ പരിഹസിച്ച് അപമാനിച്ച് നമ്മുടെ ജീവിതങ്ങളെ തള്ളി നീക്കുകയാണെങ്കിൽ സ്വയം അപമാനിതരായി നമ്മുടെ ജീവിതയാത്ര അവസാനിപ്പിക്കേണ്ടി വരും. ഇവിടെ മറച്ചുകൊള്ളുന്ന ജോസഫ്, ചേർത്തുകൊള്ളുന്ന ജോസഫ്, താങ്ങിക്കൊള്ളുന്ന ജോസഫിനെയാണ് ഇതുപോലൊരു ദിവസത്തിൻ്റെ രാത്രിയിൽ ഈ ലോകം കണ്ടത്. ഇന്ന് ഈ രാത്രിയിൽ നാം കാണുന്നത്, ഇനിയുള്ള തലമുറകളും കാണുന്നത്, ചേർത്തുകൊണ്ട, അപമാനിക്കാൻ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാത്ത, തന്നോടൊപ്പം സഹവസിക്കാൻ, തന്നോടൊപ്പം ജീവിക്കാൻ അവരെ അനുവദിക്കുന്ന ജോസഫിനെയാണ് നാം കാണുക. ഇത് നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കേണ്ടുന്ന ഒരു ഉദാഹരണം. വീണ്ടും നാം അവിടെ കാണുന്ന ഒരു അനുഭവം, ആട്ടിടയന്മാർ ആ രാത്രിയിൽ തന്നെ യേശു കുഞ്ഞിനെ വണങ്ങുന്നു എന്നതാണ്. ആ തണുപ്പുള്ള രാത്രിയിൽ, ആ ഇരുട്ടുള്ള രാത്രിയിൽ, ആ മഞ്ഞു വീഴുന്ന രാത്രിയിൽ ആടുകളെ കാവൽ ചെയ്തുകൊണ്ടിരുന്ന ആട്ടിടയന്മാർ യേശു കുഞ്ഞിനെ വന്ന് കണ്ട് വണങ്ങി അവർ സന്തോഷിക്കുകയാണ്, ആഘോഷിക്കുകയാണ്. അവർ പ്രാന്തപ്രദേശങ്ങളിലാണ്, നഗരത്തിലല്ല. അപ്പോൾ പ്രാന്തപ്രദേശങ്ങളിൽ ആടുകളുമായി ജീവിക്കുന്ന ഇവരുടെ അരികിൽ ദൂതനെത്തിയിട്ട് പറഞ്ഞു, ഇതാ നിങ്ങൾക്ക് ഒരുവൻ ജനിച്ചിട്ടുണ്ട്. അവരൊരു പാട്ട് പാടി, നാമും എപ്പോഴും ആവർത്തിച്ച് പാടുന്ന, ഇന്നും പാടുന്ന അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന മനോഹരമായ ഗാനം അവർ പാടി. എന്നിട്ട് അവരോട് പറഞ്ഞു, അങ്ങനെ ഒരുവൻ ജനിച്ചിട്ടുണ്ട്, അവനെ വന്ന് കാണുക. അവർ പുൽത്തൊഴുത്ത് തേടി നടക്കുകയാണ്. അവർ അങ്ങനെ ആട്ടിടയന്മാർ യേശുവിനെ വണങ്ങി ദൈവത്തെ സ്തുതിച്ചു. അവർ കേട്ട വാർത്ത സത്യമെന്ന് വിശ്വസിക്കാൻ, അവർ കേട്ട വാർത്ത തങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് വിശ്വസിക്കാൻ, അവർ കേട്ട വാർത്ത തങ്ങളെ പ്രകാശത്തിലൂടെ നയിക്കുന്ന വാർത്തയെന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ് സത്യം. നാം കേൾക്കുന്ന വാർത്തയും നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. ദൈവവചനത്തിലൂടെ നാം കേൾക്കുന്ന വാർത്തകൾ നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയണം. കഴിഞ്ഞാൽ നമുക്കും ദൈവത്തെ വണങ്ങാൻ, ദൈവപുത്രനെ വണങ്ങാൻ കഴിയും. വിശ്വസിക്കാത്തയിടത്തോളം സമയം നമുക്ക് ദൈവപുത്രനെ വണങ്ങാൻ, ദൈവത്തെ വണങ്ങാൻ കഴിയില്ല. അപ്പോൾ ഇന്ന് നാം എവിടെയെന്ന് നാം നമ്മോട് തന്നെ ചോദിക്കുക. ആട്ടിടയന്മാർ പുൽത്തൊഴുത്തോളം എത്തി. നാം എവിടെയാണ്? നാം ഇപ്പോഴും കൊട്ടാരങ്ങളിലൂടെ, ഉയർന്ന തലങ്ങളിലൂടെ, ഉന്നതങ്ങളിലൂടെ പാറി നടക്കുകയാണ് നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ജീവിതങ്ങൾ. അപ്പോഴും ദൈവപുത്രൻ
ഏഴകളിൽ ഏഴയായി ഹീനവേഷം ധരിച്ച് പുൽക്കൂട്ടിൽ കിടക്കുകയാണ്. നമ്മുടെ കണ്ണ് അവിടേക്ക് വരണം. സ്വർഗീയ പിതാവ് സ്വന്തം പുത്രനെ നമുക്കായി ഏറ്റവും എളിമയോടെ നൽകി. ഒരു മനുഷ്യനായി നൽകി. കരയുന്ന പൈതലായി, വേദനിക്കുന്നവനായി, ആവശ്യങ്ങളുള്ളവനായി, അസ്വസ്ഥതകളുടെ നടുവിൽ ജീവിക്കുന്നവനായി, അലയുന്നവനായി നമുക്ക് വേണ്ടി നൽകി. ഈ ഭൂമിയിലെ സ്ഥിരതയില്ലായ്മയൊക്കെ ആ യേശു കുഞ്ഞിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാട്ടിത്തരികയാണ്. ഈ ഭൂമിയിലെ അസ്വസ്ഥതകളൊക്കെ യേശു കുഞ്ഞിൻ്റെ ജനനത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. ഈ ഭൂമിയിലെ വൈകാരികമായ ബന്ധങ്ങളും അതുപോലെ തന്നെ അസ്വസ്ഥതകളും ശത്രുതകളുമൊക്കെ യേശു കുഞ്ഞിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാട്ടിത്തരികയാണ്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എന്താണ്, എങ്ങനെയാണ്, എവിടേക്കാണ് നടക്കേണ്ടതെന്നും അവൻ എന്തിനെയൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്നും എന്തിനെയൊക്കെ അതിജീവിക്കണമെന്നും വളരെ വ്യക്തമായി യേശുവിൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിജീവിക്കാനായിട്ട് നമ്മുടെ മുന്നിൽ വൈതരണികൾ ഒരുപാട് ഉണ്ട്. ഒന്നല്ല, രണ്ടല്ല, ഒന്നിനു പുറകെ ഒന്നായി ഒരുപാട് വൈതരണികൾ അഭിമുഖീകരിച്ചിട്ട് മാത്രമേ ഒരു ജന്മം ഈ ഭൂമിയിൽ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. ആ ജന്മം പൂർത്തീകരിക്കപ്പെടുമ്പോൾ പറയാനായിട്ട് കഴിയണം, പിതാവേ നീ എന്നെ സ്വീകരിച്ചാലും, പിതാവേ നീ എന്നെ സ്വീകരിച്ചാലുമെന്ന് പറഞ്ഞ് ജീവിതം പൂർത്തീകരിക്കാനായിട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാവുക. ഇവിടെ രാത്രിയിൽ തന്നെ യേശു കുഞ്ഞിനെ വണങ്ങുന്ന ഇടയന്മാർ, ഈ രാത്രി തന്നെ നക്ഷത്രം കണ്ട് സന്തോഷിച്ചവരുണ്ട്. അവർ വന്ന വഴി നമുക്കറിയാം. ആ വന്ന വഴിയെ അവർക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നും നമുക്കറിയാം. അവർ യേശുവിനെ ഭവനത്തിൽ ചെന്ന് കണ്ടിട്ട് അവർ മടങ്ങിപ്പോകുന്ന വഴി എന്ന് പറയുന്നത് വിലാപത്തിൻ്റെ വഴിയാണ്. 2 വർഷത്തോളം ഈ നക്ഷത്രത്തെ അവർ നോക്കി നടന്നു എന്നാണ് നാം മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, നാം നോക്കേണ്ടത് ദൂതന്മാരുടെ വാർത്തയാണ്. സ്വന്തം ബുദ്ധിയിലും സ്വന്തം ശക്തിയിലും സ്വന്തം സാധ്യതകളിലുമല്ല നാം ആശ്രയിക്കേണ്ടത്. വളരെ ലളിതമായി നമ്മോട് ഇടപെടുന്ന ദൈവകൃപയിൽ നാം ആശ്രയിക്കണം. ഏറ്റവും എളിമയോടെ നമ്മുടെ അരികിൽ വരുന്ന കർത്താവിൽ നാം ആശ്രയിക്കണം. ഏറ്റവും അടുത്ത് നമ്മുടെ അരികിൽ വരുന്ന കർത്താവിനെ നാം അറിയണം. ഇടയന്മാരെ സംബന്ധിച്ചിടത്തോളം പുൽത്തൊഴുത്ത് അവരുടെ അടുത്താണ്, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, അവരുടെ ജീവിതത്തോട് ചേർന്നതാണ്. അവിടെ അവർ യേശുവിനെ കാണുകയാണ്, യേശു കുഞ്ഞിനെ കാണുകയാണ്, വണങ്ങുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അരികിൽ യേശുവിനെ കണ്ട് വണങ്ങാൻ കഴിയുമ്പോഴാണ് നമുക്ക് ഈ ക്രിസ്മസ് അർത്ഥവത്താവുക. യേശു ജനിച്ചത് അകലെയല്ല, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി എന്നോട് ചേർന്നാണ്. അതുകൊണ്ടാണ് ആട്ടിടയന്മാർക്ക് അതറിയാനും അനുഭവിക്കാനും വണങ്ങാനും കഴിഞ്ഞത്. പലപ്പോഴും നാം മറ്റെങ്ങോ ജനിച്ച യേശുവിനെ അന്വേഷിച്ച് നടക്കുകയാണ്. എവിടെയോ ദൂരത്തെവിടെയോ ജനിച്ച യേശുവിനെ അന്വേഷിച്ച് നടക്കുകയാണ്. നമ്മുടെ അരികിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മോട് ചേർന്ന് ഇടമില്ലാത്തിടത്ത് ഇടം കണ്ടെത്തി നമ്മോടൊപ്പം ജീവിക്കാൻ ജനിച്ച കർത്താവിനെ നാം സ്വീകരിക്കണം. അപ്പോൾ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ അനുഭവം, ക്രിസ്തുവിൻ്റെ സാമീപ്യം, ക്രിസ്തുവിൻ്റെ സന്തോഷം നമുക്ക് അനുഭവിച്ച് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കാൻ കഴിയും. ഈ രാത്രിയിൽ നമുക്ക് വണങ്ങാം നമുക്ക് വേണ്ടി ജനിച്ച കർത്താവിനെ. ഈ രാത്രിയിൽ നമുക്ക് ആരാധിക്കാം നമുക്ക് വേണ്ടി ജനിച്ച നമ്മുടെ കർത്താവിനെ. ഈ രാത്രിയിൽ നമുക്ക് മഹത്വം കരയേറ്റാം നമുക്ക് വേണ്ടി പൂജാതം ചെയ്ത ഉണ്ണിയേശുവിനെ. ആ ഉണ്ണിയേശുവിനോടൊപ്പം നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കാൻ ദൈവം സഹായിക്കട്ടെ. എല്ലാ നന്മകളും എല്ലാ സന്തോഷവും എല്ലാ ക്രിസ്മസിൻ്റെ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. ദൈവം കൃപയാൽ നമ്മെ നടത്തട്ടെ. ആമീൻ.
തുടർന്ന് ഗായകസംഘം സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ് എന്ന ഗാനം ആലപിക്കും. അതിനുശേഷം പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞതിന് ശേഷം വിഷ് യു മെറി മെറി ക്രിസ്മസ് ആശംസിക്കും. പ്രാർത്ഥിക്കാം. സ്വർഗം ഭൂമിയിൽ അങ്ങനെ ഒരു പുണ്യദിനം ചരിത്രത്തിൽ സംഭവിച്ചതിനെ ഓർത്ത് സന്തോഷിപ്പാനായിട്ട് ഞങ്ങൾക്ക് കൃപ നൽകിയ കർത്താവേ, അങ്ങയുടെ തിരുജനനത്തിൽ അങ്ങയ്ക്കൊരിടം ഈ ഭൂമിയിൽ ലഭിക്കാത്തതുകൊണ്ട് പുൽത്തൊഴുത്ത് കിടക്കാനായി തിരഞ്ഞെടുത്തു. അങ്ങ് മറ്റുള്ളവരുടെ വേദനകൾ സ്വയം വഹിച്ച് ഞങ്ങൾക്ക് മുമ്പേ നടകൊണ്ടു. ഞങ്ങളെ ധൈര്യപ്പെടുത്താൻ, ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ, ഞങ്ങളെ സൗഖ്യമാക്കാൻ, ഞങ്ങളെ പാപത്തിൽ നിന്ന് വിമോചിപ്പിക്കാൻ അങ്ങയുടെ ജീവിതം ഞങ്ങൾക്കായി തന്നു. ഈ പുണ്യരാത്രിയിൽ അങ്ങേക്ക് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഞങ്ങൾ
ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇനിയൊരിടം എപ്പോഴും അങ്ങേക്കുണ്ടാവാൻ ഞങ്ങൾ പൂർണ്ണമായി ഞങ്ങളെ തന്നെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളോടൊപ്പം വസിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോസഫ് മറിയയ്ക്കും യേശു കുഞ്ഞിനും ലോക അപമാനം വരാതിരിക്കേണ്ടതിന് തന്നോട് ചേർത്ത് നിർത്തി. വേദനയിൽ പങ്കുചേർന്നു, കൂടെ നടന്നു, ഭാരം വഹിച്ചു. ലോകത്തിൽ ദൈവപുത്രൻ്റെ പിതാവായി അംഗീകരിക്കപ്പെടാൻ, വാഴ്ത്തപ്പെടാൻ കൃപ നൽകി. ഞങ്ങളുടെ ജീവിതങ്ങൾ മറ്റുള്ളവരെ അപമാനിക്കുന്നതിനുള്ളതല്ല, മറ്റുള്ളവരെ ചേർത്ത് നിർത്താൻ, അവരെ ധൈര്യപ്പെടുത്താൻ, അവരെ മുന്നോട്ട് നയിക്കാൻ, അവരെ താങ്ങാനൊക്കെ ഉള്ളതാണെന്ന് ഓർത്ത് മാതൃകയുള്ളവരായി ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിപ്പാൻ സഹായിക്കണം. കരുണയുള്ള കർത്താവേ, രാത്രിയിൽ തന്നെ ആട്ടിടയന്മാർക്ക് അങ്ങേ കാണാൻ, വണങ്ങാൻ കൃപ ലഭിച്ചു. ദൂതന്മാരുടെ വാക്കുകൾ വിശ്വസിച്ചു. ആ സമയം തന്നെ ദൈവപുത്രനെ തേടി അവർ യാത്രയായി. ഒട്ടും അകലെയല്ലാതെ തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളോടടുത്ത് ദൈവപുത്രനെ കണ്ട് വണങ്ങാൻ, സന്തോഷത്തോടെ മടങ്ങാൻ കൃപ നൽകി. ഞങ്ങളങ്ങനെ തന്നെയാവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഞങ്ങളോടൊപ്പമുള്ള കർത്താവിനെ കണ്ട് വണങ്ങി നന്ദിയോടെ, സ്തോത്രത്തോടെ ഞങ്ങളുടെ ജീവിത ബന്ധാവിലായിരിക്കാൻ സഹായിക്കണം. ക്രിസ്മസിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നൽകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നന്ദി. കോവിഡിൻ്റെ പ്രതിസന്ധിയെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തി അങ്ങ് ഞങ്ങൾക്ക് പകർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നന്ദി. ഞങ്ങളുടെ സ്വയം ശക്തിയല്ല, അങ്ങയുടെ കൃപയുടെ കരങ്ങളിൽ ഞങ്ങളെ വഹിച്ചതുകൊണ്ടാണ് ഈ നാളുകളുടെ സന്തോഷമൊക്കെ അനുഭവിച്ച് സഭയെന്ന നിലയിൽ, സമൂഹമെന്ന നിലയിൽ, ദേശനിവാസികളെന്ന നിലയിൽ അനുഗ്രഹീതരായി ജീവിപ്പാൻ കഴിയുന്നത്. ഇനിയും അങ്ങേ വണങ്ങി അനുഗ്രഹം പ്രാപിച്ച് അങ്ങേക്കായി ജീവിക്കുന്ന, അങ്ങേ മഹത്വപ്പെടുത്തുന്ന ജീവിതങ്ങളായി തീരാൻ സഹായിക്കണം. ഞങ്ങളെല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് അയക്കുകയും ഈ രാത്രി സ്വസ്ഥമായ വിശ്രമത്തെ നൽകുകയും നാളത്തെ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ വന്ന് ആരാധിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം. ലോകം മുഴുവനും നടക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങളിൽ, ആരാധനകളിൽ അങ്ങയുടെ വലിയ സാന്നിധ്യം പകർന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണം. എല്ലാ മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് തരുന്നു. ഗായക സംഘത്തെയും അവരുടെ ശുശ്രൂഷകളെയും ഇനിയും അനുഗ്രഹിക്കണം. മഹത്വം അങ്ങോട്ട് സ്വീകരിച്ചതിനായി നന്ദി. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമീൻ. നമുക്കായി പുൽക്കൂട്ടിൽ ജാതം ചെയ്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നാം എല്ലാവരോടും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.